ആശ്വാസമുണ്ട്. ഇപ്പോൾ നല്ല പോലെ ഉറങ്ങുന്നുണ്ട്. പറയുന്ന എല്ലാം അനുസരിക്കും. പിന്നെ ഇന്നലെ ഞാനും അമ്മയും അമ്പലത്തിൽ പോയിരുന്നു. വളരെ സന്തോഷം. അമ്മേ, ആരാ വന്നിരിക്കുന്നത് നോക്കൂ. അമ്മേ, മോനെ. അമ്മേ, എന്താ മോനെ ഇത്? അമ്മയ്ക്ക് വേണ്ടി ഗിരിജ ഉണ്ടാക്കി തന്നയച്ച പലഹാരമാണ്. എന്തിനാ മോനെ എനിക്കിതെല്ലാം? ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. കൊണ്ടുവരട്ടെ അമ്മേ. വിജയേട്ടൻ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നെല്ലാം ഞാനല്ലേ കഴിക്കുന്നത്. വെറുതെയാ മോനെ. വിജയ, ഇത് കഴിഞ്ഞ ദിവസം എന്റെ മേശപ്പുറത്ത് വിജയൻ മറന്നു വെച്ചിട്ട് പോയതാ. മറന്നു വെച്ചിട്ട് പോയതല്ല ഡോക്ടർ, പിന്നെ കുറച്ച് രൂപ. ഇത്രയുമായിട്ടും വിജയൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. സാർ, മരുന്നിന്റെ വിലയെങ്കിലും. വിജയൻ, ഞാൻ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത് പണം സമ്പാദിക്കാനല്ല. അതെനിക്കറിയാം സാർ. അറിയാമെങ്കിൽ ഈ പണം അങ്ങ് മടക്കി വാങ്ങിക്കണം. എന്തോന്നാ നോക്കുന്നത്? വാങ്ങിക്കൂ. മോളെ, നീ റെഡിയാണോ? ഞാൻ കൊണ്ടുവിടാൻ കോളേജിൽ. എന്ത് ചെയ്യാൻ വിജയൻ? ഇന്നെന്റെ ഡ്രൈവർ വന്നില്ല. എനിക്കൊരു അത്യാവശ്യ കേസ് നോക്കാനുകൊണ്ട് ഇവിടെ കോളേജിൽ കൊണ്ടുവിടുകയും വേണം. സാർ, വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കുട്ടിട്ട് വന്നേക്കാം. രജനി ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ ആരുടെയും സഹായമില്ലാതെ കോളേജിൽ പോകാമായിരുന്നല്ലോ. അറിയാവുന്നവർക്ക് പഠിപ്പിച്ചു തരാമല്ലോ. ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷേ ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുവാദം വേണം. അച്ഛൻ അറിയാതെ പഠിപ്പിച്ചു തരാമെങ്കിൽ പഠിപ്പിച്ചു തന്നാൽ മതി. അത് തെറ്റല്ലേ രജനി? തെറ്റാണെങ്കിൽ വേണ്ട. ഡ്രൈവർ ഇല്ലാത്ത ദിവസമെങ്കിലും എന്നെ ഇതുപോലെ കോളേജിൽ കൊണ്ടുവിട്ടാൽ മതി. എനിക്ക് സന്തോഷമാണ്, പക്ഷേ എന്നും അതിന് പറ്റിയില്ലെങ്കിലോ? എന്നാൽ ഞാൻ കോളേജിൽ പോകുന്നില്ലെന്ന് വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാം. എനിക്ക് വേണ്ടി അല്പം പോലും ബുദ്ധിമുട്ടാൻ ഒരു കാലം പറഞ്ഞാൽ മതിയല്ലോ. രജനിക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാൽ എന്നെ ഇന്ന് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരും. ഓ, ഇപ്പൊ തന്നെ പഠിപ്പിച്ചു തുടങ്ങാം. പക്ഷേ ഗുരുദക്ഷിണ തരേണ്ടി വരും. ദക്ഷിണയോ? എന്താ, എന്ത് പറയുന്നു രജനി? അതാണ് ഞാൻ തരുന്ന ഗുരുദക്ഷിണ. ശരി. പതുക്കെ. ആ, ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചോളൂ. അമ്മാവ, എനിക്ക് ഉദ്യോഗത്തിന് ഓർഡർ വന്നിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ ചേട്ടാ. കൈ തരൂ. ഞങ്ങളുടെ പ്രാർത്ഥന സഫലമായി. മോളെ, ഈ നിൽക്കുന്നത് ഇന്നു മുതൽ വിജയൻ ചേട്ടനല്ല, പോലീസ് ഇൻസ്പെക്ടർ. പോലീസ് ഇൻസ്പെക്ടർ. അമ്മാവ, എനിക്ക് ഏത് പദവി കിട്ടിയാലും അത് ഈ കുടുംബത്തിനുള്ളതാണ്. രജനി എപ്പോഴും പറയും ചേട്ടനൊരു പോലീസ് ഇൻസ്പെക്ടറായി കാണാൻ വലിയ കൊതിയാണെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ. മോളെ, എന്റെയും ആഗ്രഹം അതായിരുന്നു. വിജയ, നിന്റെ അച്ഛൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിലുണ്ണിയായിരുന്നു. പക്ഷേ ആ ജീവിതം തകർത്ത് ആ ദുഷ്ടന്മാരുടെ ലോകത്താണ് നീയും അതേ തൊപ്പി ധരിക്കാൻ പോകുന്നത്. അക്രമത്തിന്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും തലകുനിക്കില്ല അമ്മാവ. അമ്മാവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഏത് രംഗത്തും ശക്തനായിരിക്കും. ലക്ഷ്യമമ്മ ഭാഗ്യവതിയാണ്. എന്തിനമ്മേ കരയുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ ഭ്രാന്തിയായി തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. അമ്മ ഈ പറഞ്ഞത് വിജയൻ ചേട്ടൻ കേട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ഓർമ്മയില്ലാതിരുന്നപ്പോൾ ഒരു വേദനയും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാം മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. അമ്മേ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ദിവസമാണ്. അമ്മ എന്നെ അനുഗ്രഹിക്കൂ. ഇത് അച്ഛന്റെ ധീരതയ്ക്ക് കിട്ടിയ മെഡലാണ്. ഞാനിത് ധരിക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് മാർഗദർശനവും മനോധൈര്യവും കിട്ടാൻ വേണ്ടി
ഞാനിത് സൂക്ഷിക്കും. നിന്റെ അച്ഛൻ സഞ്ചരിച്ചിരുന്ന പാതയാണ് നിനക്കും കിട്ടിയിരിക്കുന്നത്. ആ പാതയിൽ കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകാം. എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കണ്ടുപിടിക്കും. അമ്മ തീരുമാനിക്കും. മിസ്റ്റർ വിജയൻ, ഈ ഫോട്ടോയിലിരിക്കുന്ന ആളിനെ നിങ്ങൾക്കറിയാം? അറിയില്ല സാർ. ഇവൻ രഹസ്യമായി പുറം നാടുകളിലേക്ക് വജ്രം കയറ്റി അയക്കുന്ന ഒരു ഏജന്റാണ് സാർ. ഹാർബറിനടുത്തുള്ള ഒരു ബാർ അറ്റാച്ച് ഹോട്ടലാണ് ഇവന്റെ സങ്കേതം നമുക്ക് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഇവനെ പിടികൂടാനുള്ള ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിക്കുക. സാർ. എന്താ എല്ലാവരും കൂടി ഇങ്ങനെ? രജനി, നമ്മുടെ പിക്നിക് പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ഇത്തവണ ഞാൻ വരുന്നില്ല. അതുകൊള്ളാം. പിക്നിക്കിന് പോകണമെന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഇടക്കിട്ട് ഇപ്പൊ വരുന്നില്ലെന്നോ? നീ വരുന്നില്ലെന്ന് പറയുന്നതിന്റെ രഹസ്യം എനിക്കറിയാം. എന്താണ് രഹസ്യം? ഇവൾക്ക് ഈയിടെ ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. പിക്നിക്കിന് പോയെന്നും വിചാരിച്ച് നിന്റെ പ്രാണനാഥിന് ഉപേക്ഷിക്കൊന്നുമില്ല. എന്നാ ഞാൻ പിക്നിക്കിന് വരുന്നുണ്ട്. അത് പിന്നെ പറയാം. അപ്പൊ അടുത്ത ഞായറാഴ്ച റെഡി ആയിരിക്കണം. തീർച്ചയായിട്ടും വരണം. ബൈ. ഇന്ന് എന്താ എത്ര ധൃതിയിൽ പതിവില്ലാതെ നിന്ന് സംസാരിച്ചു കളയാന്ന് വെച്ചത്? വാസ്തവത്തിൽ ഞാൻ അല്പ ധൃതിയില്ല. ഡോക്ടർ പുതിയതായിട്ട് വാർഡ് പണിയാൻ പോകല്ലേ. ഞാൻ എന്തെങ്കിലും ഒരു സംഭാവന തന്നില്ല, മോശമായി തീരുമല്ലോ. ഞാൻ ചെക്ക് എഴുതിക്കൊണ്ടേ വന്നിട്ടുണ്ട്. 25,000 വലിയ സംഭാവന. വളരെ സന്തോഷം. ഇത്രയും വലിയ സംഭാവന ഇതൊരാരും ചെയ്തിട്ടില്ല. 11:30 ഫ്ലൈറ്റ്. എന്റെ ഫ്രണ്ട് വരും. ഐ മസ്റ്റ് ഗോ ടു ദി എയർപോർട്ട്.